നമസ്കാരം. പാർലമെന്റിന്റെ നടപ്പ് സമ്മേളനം ആരംഭിച്ചത് മുതൽ കേന്ദ്ര ഭരണകൂടത്തെയും ഭരണകക്ഷിയായിട്ടുള്ള BJPയെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്ന വൻ രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് തലസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത്. സഭയുടെ ആദ്യ ദിനങ്ങളിൽ മാത്രം സന്നിഹിതരായിരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടർന്നുള്ള ദിവസങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇത്തരമൊരു നിലപാടിലേക്ക് ആഭ്യന്തരമന്ത്രിയെ നയിച്ച സാഹചര്യം എന്താണെന്ന കാര്യത്തിൽ ഭരണപക്ഷത്ത് പോലും കൃത്യമായ ഉത്തരമില്ലാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ശക്തമായ രാഷ്ട്രീയ തീരുമാനങ്ങളിലൂടെയും കടുത്ത നിലപാടുകളിലൂടെയും മുൻകാലങ്ങളിൽ ശ്രദ്ധേയനായിരുന്ന ഒരു നേതാവ് സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം ചോദ്യങ്ങളൊക്കെ തന്നെ ഉയർത്തുമ്പോൾ വിട്ടുനിൽക്കാൻ നിർബന്ധിതനായി എന്ന രീതിയിലാണ് ഇപ്പോൾ വിലയിരുത്തലുകളൊക്കെ തന്നെ നടക്കുന്നത്. മുൻകാലങ്ങളിലെ സമാന രാഷ്ട്രീയ പ്രതിസന്ധികളെ കൈകാര്യം ചെയ്ത രീതിയിൽ നിന്നുമൊക്കെ തന്നെ വേറിട്ട് നിലവിലെ കേന്ദ്ര നേതൃത്വം ആകെ കുഴങ്ങി നിൽക്കുന്ന ചിത്രമാണ് ദില്ലിയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. ശതകോടികൾ ചെലവിട്ട രാജ്യത്തെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്ത് സഭയിലേക്ക് അയക്കുന്നത് ജനകീയ വിഷയങ്ങളിൽ കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കാനും അതിന് സർക്കാരിൽ നിന്ന് സുതാര്യമായിട്ടുള്ള മറുപടികൾ ഉറപ്പിക്കാനുമാണ്. എന്നാൽ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഉയരുമ്പോൾ സഭയിൽ എത്തി അതിന് മറുപടി നൽകുന്നതിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ മുഖം തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിനെതിരെ ജനങ്ങൾക്കിടയിലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിലുമൊക്കെ തന്നെ പ്രതിഷേധം ഇപ്പോൾ ശക്തമായി കഴിഞ്ഞു. ഭരണം നടത്താനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ തന്നെ ഒഴിഞ്ഞ് രാജിവെക്കാൻ തയ്യാറാകണമെന്ന കടുത്ത ആവശ്യമാണ് പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തുന്നത്. രാജ്യ തലസ്ഥാനത്ത് അടുത്തിടെയുണ്ടായ പോലീസ് നടപടികളുമായി ബന്ധപ്പെട്ട് അമിത്ഷാ സഭയിൽ നേരിട്ടെത്തി പ്രസ്താവന നടത്തണമെന്ന ആവശ്യത്തിൽ ഇളവില്ലാതെ മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. വിദ്യാർത്ഥികൾക്കും പ്രക്ഷോഭകർക്കും നേരെ നടന്നിരിക്കുന്ന ഈ അതിക്രമങ്ങളിൽ സഭ നിശ്ചലമാക്കിക്കൊണ്ടുള്ള പ്രതിഷേധത്തിനാണ് ലോക്സഭ സാക്ഷ്യം വഹിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന അതിക്രമത്തിൻ്റെ നിർണായകമായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് സംഭവത്തിൽ സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ആഭ്യന്തരമന്ത്രി നേരിട്ടെത്തി സംഭവത്തിൽ വ്യക്തത വരുത്താത്ത പക്ഷം സഭാ നടപടികളുമായിട്ട് സഹകരിക്കില്ലെന്ന് പ്രതിപക്ഷം സ്പീക്കറെ അടിയന്തരമായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇത് സഭയ്ക്കുള്ളിൽ തന്നെ വലിയൊരു സന്ദിഗ്ധാവസ്ഥയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. പാർലമെന്റ് ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഇത്തരമൊരു പ്രതിസന്ധിയിലൂടെയാണ് നിലവിൽ ഭരണപക്ഷവും സ്പീക്കറും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സഭയിലെ അജണ്ടകളും നടപടികളും ഒക്കെ തന്നെ തീരുമാനിക്കുന്നത് ചെയറാണെന്ന് സ്പീക്കർ വ്യക്തമാക്കാൻ ശ്രമിച്ചുവെങ്കിലും വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന നിലപാടിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയായിരുന്നു. ബഹളത്തിനിടയിലും സഭാ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ സ്പീക്കർ ശ്രമിച്ചതോടെ ചെയറിന് നേരെ മുദ്രാവാക്യങ്ങളുമായി പ്രതിപക്ഷ അംഗങ്ങൾ നടുക്കളത്തിലേക്ക് ഇറങ്ങി. തുടർച്ചയായ സഭാ തടസ്സങ്ങളൊക്കെ സഭയുടെ ഔദ്യോഗിക പ്രവർത്തനങ്ങളെ പൂർണ്ണമായും നിർത്തിവെക്കുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തിച്ചു. കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ ഏകോപനമില്ലായ്മയും കൃത്യമായ ഉത്തരങ്ങൾ നൽകാനുള്ള ഭയവുമാണ് രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ വേദി സ്തംഭിപ്പിക്കുന്നതിലേക്ക് നയിച്ചതെന്ന വിമർശനം പൊതുസമൂഹത്തിലും ഇപ്പോൾ ശക്തമാവുകയാണ്. ഉന്നതതലത്തിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളോ അനുമതിയോ ഇല്ലാതെ ഒരു പോലീസ് സേനയ്ക്കും അല്ലെങ്കിൽ കേന്ദ്ര സേനയ്ക്കും സാധാരണക്കാർക്കോ സമരക്കാർക്കോ നേരെ ക്രൂരമായ അക്രമം അഴിച്ചുവിടാൻ സാധിക്കില്ലെന്നത് യാഥാർത്ഥ്യമാണ്. അതിനാൽ തന്നെ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ കടുത്ത പോലീസ് നടപടികൾക്ക് പിന്നിൽ ഭരണകൂടത്തിൻ്റെ വ്യക്തമായിട്ടുള്ള പങ്കുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വെടിവെപ്പിനും കടുത്ത മർദ്ദനങ്ങൾക്കും ആരാണ് ഉത്തരവിട്ടതെന്ന ചോദ്യം അത് കൃത്യമായി ഉന്നയിച്ചുകൊണ്ട് ഈ സംഭവത്തിൻ്റെ കൂടുതൽ തെളിവുകൾ രാഹുൽ ഗാന്ധി തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി പുറത്തുവിട്ടിട്ടുണ്ട്. യൂണിഫോം ധരിക്കാത്ത വ്യക്തികൾ വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കുന്നതും നിലത്തിട്ട് ചവിട്ടുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. കേവലം കണ്ണീർവാതകം മാത്രം ഉപയോഗിച്ച് പ്രക്ഷോഭകരെ തുരത്തുകയായിരുന്നു എന്ന സർക്കാരിൻ്റെ ആ ഒരു ഔദ്യോഗിക വാദങ്ങളെയൊക്കെ പൂർണ്ണമായും തള്ളിക്കളയുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ തെളിവുകൾ. മുൻകാലങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായ ക്രമസമാധാന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത സമാനമായ തന്ത്രങ്ങളാണ് ഇവിടെയും ചില കേന്ദ്രങ്ങളൊക്കെ പയറ്റാൻ ശ്രമിച്ചതെന്ന ആരോപണവും ശക്തമായി വരുന്നുണ്ട്. എന്നാൽ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ മുൻപത്തെ പോലെ ആധിപത്യം സ്ഥാപിക്കാൻ സാധിക്കാതെ പോയതും വിഷയങ്ങളൊക്കെ തന്നെ രാജ്യാന്തര തലത്തിൽ വരെ ചർച്ചയായതും ആഭ്യന്തര വകുപ്പിന് വലിയ നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്. പരാജയം പരസ്യമായി സമ്മതിക്കേണ്ടി വരുമെന്ന ഭയത്തിലാണ് പ്രധാനപ്പെട്ട പൊതുവേദികളിൽ നിന്നും പാർലമെൻറ്റിൽ നിന്നുമൊക്കെ തന്നെ ആഭ്യന്തരമന്ത്രി മനഃപൂർവ്വം വിട്ടുനിൽക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇവിടെ കരുതുന്നത്. എന്നാൽ സുതാര്യമായിട്ടുള്ള ഒരു ജനാധിപത്യ സമൂഹത്തിൽ ചോദ്യങ്ങളിൽ നിന്ന് അനിശ്ചിതമായിട്ട് ഒളിച്ചോടാൻ ഭരണാധികാരികൾക്ക് സാധിക്കില്ലെന്നും ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായ മറുപടി നൽകാൻ സർക്കാർ ബാധ്യസ്ഥരാണെന്നുമുള്ള ഓർമ്മപ്പെടുത്തലാണ് നിലവിലെ സംഭവ വികാസങ്ങളൊക്കെ തന്നെ നൽകുന്നത്.